ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു താങ്ക് യു പേജ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പം ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്വാഭാവികമായിട്ട് ലാൻഡിംഗ് പേജിൽ വന്നിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതൊരു താങ്ക് യു പേജിലേക്കല്ല പോകുന്നത്. അത് ആ സ്ക്രീൻ തന്നെ താങ്ക്സ് എന്ന് എഴുതിപ്പെടും, താങ്ക്സ് ഫോർ സബ്മിറ്റിംഗ് എഴുതി കാണിക്കുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് താങ്ക് യു പേജ് ട്രാക്കിംഗ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇത് ഗൂഗിൾ ആഡ്സിൽ മാത്രമല്ല, നിങ്ങൾ GA4 നിങ്ങൾ ഗൂഗിൾ അനലിറ്റിക്സിൽ ഒരു ഇവൻ്റായിട്ട് കൺവേർഷൻ നിങ്ങൾക്ക് അയക്കാൻ കാണണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് GA4 ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എലമെൻറ്റ് വിസിബിലിറ്റി ട്രിഗർ എന്ന് പറയുന്ന ഒരു ട്രിഗർ ടൈപ്പ് ഉണ്ട് ഗൂഗിൾ ടാഗ് മാനേജറിൽ. അത് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ എലമെൻറ്റ് വിസിബിലിറ്റി ട്രിഗർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ എലമെൻറ്റ് വിസിബിലിറ്റി ട്രിഗർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ട്രിഗർ ഇൻ GTM ആണ്. ഇതേപോലെ ഒരുപാട് ട്രിഗർ ഉണ്ട്. ടൈമർ ട്രിഗർ ഉണ്ട്, കസ്റ്റം ഇവൻ്റ് ഉണ്ട്, പിന്നെ കസ്റ്റം HTML, കസ്റ്റം ജാവാസ്ക്രിപ്റ്റ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രിഗർ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ട്രിഗറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈമർ, ട്രിഗർ ഗ്രൂപ്പ്, കസ്റ്റം ഇവൻ്റ്. അതുപോലെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ട്രിഗറാണ് എലമെൻറ്റ് വിസിബിലിറ്റി ട്രിഗർ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ എലമെൻറ്റ് വിസിബിലിറ്റി ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ ഒരു വെബ്സൈറ്റ്, ഒരു പേജിൻ്റെ ഒരു പെർട്ടിക്കുലർ HTML കോഡ് നിങ്ങളുടെ സ്ക്രീനിൽ വിസിബിൾ ആവുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ ട്രിഗർ ഫയർ ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് യൂസ് കേസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ലാൻഡിംഗ് പേജിൽ ഇപ്പം മേ ബി ആഫ്റ്റർ ഒരു 50% സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇമേജ് ഉണ്ടെന്ന് കരുതാം. അപ്പോൾ 50% കഴിഞ്ഞിട്ട് അത് എത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലാൻഡിംഗ് പേജിൽ എത്തിയ ആളുകളിൽ എത്ര ആളുകൾ ആ ഇമേജ് കണ്ടു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ ട്രാക്ക് ചെയ്യും? അപ്പോൾ ബേസിക്കലി ഇതൊരു ഇംപ്രഷൻ ബേസ്ഡ് ട്രാക്കിംഗ് ആണ്. ആരെങ്കിലും ഒരു പെർട്ടിക്കുലർ ലാൻഡിംഗ് പേജിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയ കണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എലമെൻറ്റ് വിസിബിലിറ്റി ട്രിഗറാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവഴി എന്ത് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, GA4ലേക്ക് ഒരു ഇവൻറ്റ് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇമേജ് സീൻ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നിങ്ങൾ GA4ലേക്ക് നിങ്ങൾ അയച്ചു. അപ്പോൾ നിങ്ങൾ GA4ൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓക്കെ ദിസ് മന്ത് ടോട്ടൽ 10,000 വിസിറ്റേഴ്സ് ഉണ്ട്, അതിൽ 2,000 വിസിറ്റേഴ്സ് ഈ സെക്ഷൻ പേജ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അനലിറ്റിക്സ് നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് കേസ്. അത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ യൂസ് കേസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി താങ്ക് യു പേജ് URLിലേക്ക് പോവാതെ ഒരു മെസ്സേജ് നിങ്ങളെ എക്സിസ്റ്റിംഗ് ലാൻഡിംഗ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അത് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് കേസ്. സാധാരണ കേസിലൊക്കെ അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ വരിക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ താങ്ക് യു പേജ് URL ഇല്ലാത്ത താങ്ക് യു പേജ് എങ്ങനെ കൺവേർഷൻ ട്രാക്ക് സെറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് GA4ലേക്കാണ് അയക്കുന്നത്. GA4ലേക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് കൺവേർഷൻ ട്രാക്കിങ്ങിലേക്ക് തന്നെ അയക്കാം. എന്തിലേക്ക് വേണമെങ്കിലും നമുക്ക് അയക്കാം. ലെറ്റ്സ് ഡു ഇറ്റ് വിത്ത് ഗൂഗിൾ ആഡ്സ്. ഓക്കെ, കാരണം ഗൂഗിൾ ആഡ്സിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് പെട്ടെന്ന് തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും. GA4ലേക്ക് അയക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പുറത്ത് നമ്മൾ പോയിട്ട് വെരിഫിക്കേഷൻ ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സ് വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ പോകണം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഇതാണ് എൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ഞാനിത് കോൺടാക്ട് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ ഒരു പേര് അടിച്ചു. ഓക്കെ, അബ്ജിത്ത് എന്നടിച്ചു, ടാബ് കൊടുത്തു, abjit.in ടാബ് കൊടുത്തു. ഹെൽപ്പ് അറ്റ് abjit.in ഓക്കെ. സോ ദിസ് മെസ്സേജ് ചെയ്തു, ഞാൻ സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ബേസിക്കലി താങ്ക് യു ഫോർ യുവർ സബ്മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോം പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇത് ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഞാൻ ഇൻസ്പെക്റ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് സെലക്ട് ചെയ്യേണ്ടല്ലേ. ഞാൻ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഇൻസ്പെക്റ്റ് എലമെൻറ്റിൽ സെലക്ട് ചെയ്യുമ്പം ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പോയതിന് ശേഷം ഇത് കോപ്പി ചെയ്തിട്ട് ഞാൻ കോപ്പി സെലക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് എൻഡിലുള്ള HTML CSS എലമെൻ്റ് ആണ് എനിക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പോയി കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇങ്ങനൊരു ഇതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതാണ് HTML CSS എലമെൻറ്റ് നമ്മൾ പറയുന്നത്, CSS സെലക്ടർ നമ്മൾ പറയാം. അപ്പം ബേസിക്കലി ഈ ഒരു ഇമേജ് കാണുന്ന സമയത്ത് ഈ ഒരു CSS എലമെൻ്റ് ആണ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ ലോഡ് ആവുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ട്രാക്കിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മളിവിടെ പോകുന്നത് നമ്മൾ ആദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് ഗൂഗിൾ ആഡ്സ് കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മളെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റ് ചെയ്യാണ്. അപ്പം ഇവിടെ ഓൾറെഡി ഞാനത് കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എളുപ്പത്തിന്, കാരണം കൺവേർഷൻ ട്രാക്കിംഗ് നിങ്ങൾക്ക് അറിയാവുന്നത് അതുകൊണ്ട് നമുക്കത് കൺവേർഷൻ ട്രാക്കിംഗ് എളുപ്പമാണ്. അപ്പോൾ അത് പർച്ചേസ് ആണ്. സോ ലെറ്റ്സ് ഡു ഓക്കെ പർച്ചേസ് ആണ്. അപ്പോൾ നമുക്ക് ഓക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, ഒരു ലീഡ് ഫോം കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റപ്പ് ചെയ്യാം. സോ വെബ്സൈറ്റ്, ലെറ്റ്സ് ഗോ ടു വെബ്സൈറ്റ്, ഡൊമൈൻ, ലെറ്റ്സ് ചൂസ് ദിസ് വൺ. ഓക്കെ ലെറ്റ്സ് കോപ്പി ദിസ് വൺ. ഓക്കെ സ്കാൻ, close this. Okay, so now I'm going to add a conversion action manually. So let's set lead form, submit lead form, conversion name, submit lead form. Okay, use the same value for each conversion. 1, count 1. We don't need every the lead form ആണ്. Put maximum. ഞാൻ എപ്പോഴും 90 days ആണ് കൊടുക്കുന്നത്. ഇത് ബേസിക്കലി ഇതിൻ്റെ പേരെന്ന് പറയുന്നത് വിൻഡോ എന്നാണ് പറയുക, ആട്രിബ്യൂഷൻ വിൻഡോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൊടുക്കുകയാണ് നല്ലത്. കാരണം ഈ 90 days കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്നൊരു കൺവേർഷൻ കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലിക്ക് വന്നിരിക്കുന്ന ഒരു പക്ഷേ 90 days മുന്നേ ആയിരിക്കും. അതാണ് ക്ലിക്ക് ത്രൂ. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് ആ 90 days മുന്നേ ഉള്ള ഡേയിലേക്ക് കൺവേർഷൻ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പം മാക്സിമം നമ്മൾ ക്യാമ്പയിനിൽ കൺവേർഷൻ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ഇത് മാക്സിമം ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഗൂഗിൾ ആഡ്സിൽ. സോ ഫോക്കസ് ഓൺ ദാറ്റ്. നൗ ഡാറ്റ ഡ്രിവൺ ആട്രിബ്യൂഷൻ ആണ്. നിങ്ങൾക്ക് എൻഹാൻസ്ഡ് കൺവേർഷൻ യൂസ് ചെയ്തോളാം. എൻഹാൻസ്ഡ് കൺവേർഷൻ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇന്നിപ്പോൾ നമ്മൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ സേവ് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, ഇനി യൂസ് ഗൂഗിൾ ടാഗ് മാനേജർ എടുത്തു കഴിഞ്ഞാൽ കൺവേർഷൻ ഐഡിയും കൺവേർഷൻ ലെവലും ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ഞാനത് ചെയ്യാൻ പോവാണ്, ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പ്രധാനപ്പെട്ട ഭാഗം ടാഗ്സ് എടുക്കുക, ന്യൂ ടാഗ് എടുക്കുക. ഞാൻ ലീഡ് ഫോം എന്നുള്ള പേര് കൊടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഫോം എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, സോ ഞാനത് ഫസ്റ്റ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്ന ഇതിന് ആദ്യം ഗൂഗിൾ ആഡ്സ് കൊടുത്തു. ഗൂഗിൾ ആഡ്സ് കൺവേർഷൻ. ഇതിപ്പോൾ നിങ്ങൾ എവിടേക്കാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഫസ്റ്റ് ഫില്ല് ചെയ്യണം. കൺവേർഷൻ ഐ ഡി കൊടുക്കുക. അത് അഡ്രസ്സാണ്. നിങ്ങൾ എവിടേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് ആണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഐ ഡി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതൊരു അക്കൗണ്ടിനും ഏതൊരു ഗൂഗിൾ ആഡ് അക്കൗണ്ടിനും ഒറ്റ കൺവേർഷൻ ഐ ഡി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഓരോ കൺവേർഷൻ അനുസരിച്ച് നമ്മളെ കൺവേർഷൻ ലേബൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതൊക്കെ അതാണ്. പിന്നെ നിങ്ങൾക്ക് എൻഹാൻസ്ഡ് കൺവേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് യൂസർ പ്രൊവൈഡഡ് ഡാറ്റ ഫ്രം യുവർ വെബ്സൈറ്റ് കൊടുക്കുക. ഇത് ന്യൂ വേരിയബിൾ സെറ്റ് ചെയ്യണം. ഇത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം, നമ്മളെ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ലീഡ് ഫോം. അടുത്തതായിട്ടാണ് നമ്മൾ ട്രിഗർ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇത് മുതലാണ് നിങ്ങൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത്. ചൂസ് ട്രിഗർ, ന്യൂ ട്രിഗർ ഇവിടെ സെലക്ട് ചെയ്യാം. എലമെൻറ്റ് വിസിബിലിറ്റി, ഞാനിത് EV എന്നാണ്. EV ട്രിഗർ നമ്മൾ താങ്ക് യു മെസ്സേജ്, ഇതാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക ട്രിഗർ ടൈപ്പുകളാണ്. വിൻഡോ ലോഡർ, DM റെഡി, പേജ് വ്യൂ, ഓൾ എലമെൻറ്റ്സ്, ജസ്റ്റ് ലിങ്ക്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസർ എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എലമെൻറ്റ് വിസിബിലിറ്റി, ഫോം സബ്മിഷൻ, സ്ക്രോൾ ഡെപ്ത്. ഇതാണ് നിങ്ങൾ എടുക്കേണ്ട എലമെൻറ്റ് വിസിബിലിറ്റി. ഓക്കെ, ഇനി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ID. ഇത് നിങ്ങൾ CSS സെലക്ടർ എടുക്കുക. നമ്മൾ നേരത്തെ താങ്ക് യു മെസ്സേജ് നമ്മൾ കണ്ടു അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടത് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ താങ്ക് യു മെസ്സേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസ്പെക്ട് ചെയ്യാം. എന്നതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ എലമെൻറ്റ് സൈഡിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റാக മെസ്സേജ് കാണാൻ പറ്റും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി സെലക്ട്. ഓക്കെ, ഗോ ഹിയർ, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഓൺ ആക്കി ഒബ്സർവ് ഡോം ചേഞ്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു സംഭവം ഇപ്പം ഈ കോൺടാക്ട് പേജിലല്ലേ കാണുന്നത്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സം വിസിബിലിറ്റി പേജ് പാത്ത് കണ്ടെയ്ൻ സ്ലാഷ് കോൺടാക്റ്റും കൂടി കൊടുക്കാം. മറ്റൊന്നുമല്ല, നമ്മളിത് എക്സ്ട്രാ ഒരു കണ്ടീഷനും കൂടി ഇതിൽ കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഇത് ആവശ്യം വരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. കാരണം ഇപ്പോൾ പല പേജിലും ഇതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പേജ് മാത്രം കൺവേർഷൻ ട്രാക്കിംഗ് മാത്രം ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ സാധാരണ രീതിയിൽ ലാൻഡിംഗ് പേജിൽ നിന്ന് വേറെ എങ്ങോട്ടും ആൾക്കാർക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഒറ്റ പെർട്ടിക്കുലർ ലാൻഡിംഗ് പേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാ സ്ഥലത്തും ഇതേ സെയിം ID തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ ID നമ്മൾ കൊടുത്തിരിക്കുന്ന ID എല്ലാ സ്ഥലത്തും ഒരേതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ റോങ് ആയിട്ട് ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളത് കൺഫേം ചെയ്യണം. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ഇവിടെ പേജ് പാത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ട്രിഗർ റെഡിയായി, ക്ലിയർ ആണ്. ഓക്കെ, സേവ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുക? ഗോ ടു പ്രിവ്യൂ മോഡ് പോവുക.
ഓക്കെ, നമ്മൾ പേജ് ലോഡാക്കുക. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടില്ല, ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇതൊക്കെ ലോഡായി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫോം ഫില്ല് ചെയ്ത് നോക്കാം. അഗൈൻ ഞാനത് സെലക്ട് ചെയ്യുമ്പോൾ ഓക്കെ. സോ ഞാനത് ചെയ്യാൻ പോവാണ്. ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് താങ്ക് യു വന്നു. ഇവിടെതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എലമെൻറ്റ് വിസിബിലിറ്റി ട്രിഗർ ഫയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഫയറായി എലമെൻറ്റ് വിസിബിലിറ്റി ട്രിഗർ ഫയർ ആവും. ഇവിടെതാ ടാഗ്സ് ഫയർഡിൽ നിങ്ങൾക്ക് ലീഡ് ഫോം എന്ന് പറയുന്ന ടാഗ് ഫയർ ആയിട്ടുണ്ട്. അപ്പം ബേസിക്കലി നമുക്കത് സംഭവിച്ചു. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ തിരിച്ചിത് കറക്റ്റ് ഗൂഗിൾ ആഡ്സിലാണെന്നൊക്കെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സബ്മിറ്റ് ലീഡ് ഫോം വന്നിരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഇത് ഇനാക്റ്റീവ് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് നോ റീസൺ കൺവേർഷനിലേക്ക് മാറി. അപ്പോൾ അവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന ഇത് ഇവിടെ എത്തി എന്നുള്ളതിന് തെളിവാണ് ഈ നോ റീസൺ കൺവേർഷൻ എന്നുള്ളത്. ഇത് ഇനാക്റ്റീവായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കറക്റ്റായിട്ട് വർക്കായിട്ടില്ല. അതാണ് ഇനാക്റ്റീവിൻ്റെ അർത്ഥം. ഇത് നോ റീസൺ കൺവേർഷൻ എന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഇനാക്റ്റീവ് എന്ന് പറയുന്നതായിരിക്കും നിങ്ങളൊരു സാധനം ഉണ്ടാക്കിയ ഉടനടി കാണുന്നത് ഇനാക്റ്റീവ് ആയിരിക്കും. അത് നോ റീസൺ കൺവേർഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അയച്ചത് അവിടെ എത്തി, ഗൂഗിൾ ആഡ്സിൽ എത്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളെ ടാഗ് ഫൈനായി എന്നുള്ളതാണ് അർത്ഥം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഗൂഗിൾ ആഡ്സിനുള്ളിൽ മാറില്ല. കാരണം നമ്മൾ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലല്ലേ, വെബ്സൈറ്റിൽ ഫോം ഫില്ല് ചെയ്തത് ഉടനടി ഇവിടെ മാറിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ കൺവേർഷൻസ് കാണില്ല. കൺവേർഷൻ കാണണമെങ്കിൽ മിനിമം ഒരു 4 അവർ കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ കൺവേർഷൻ്റെ കോളത്തിലേക്ക് 1 എന്നുള്ളത് രീതിയിൽ കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ഇമേജോ അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളുടെ വെബ്സൈറ്റിൽ ലോഡ് ചെയ്തത് നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ടത്. അതിനുള്ള ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് എലമെൻറ്റ് വിസിബിലിറ്റി ട്രിഗർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ അടിക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഇത് ആക്ച്വൽ കേസിൽ വർക്ക് ചെയ്യുള്ളൂ. ചില ആളുകളൊക്കെ ഇത് ടാഗ് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ അടിക്കാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഇതേപോലുള്ള ട്രാക്കിംഗ് വീഡിയോസ്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു വീഡിയോ എന്ന് പറയുന്നത് GA4 കംപ്ലീറ്റ് കസ്റ്റം റിപ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഭൂരിപക്ഷ ക്ലയൻറ്റുകൾക്ക് ഞാൻ കസ്റ്റം റിപ്പോർട്ടിംഗ് ആണ് GA4 സെറ്റ് ചെയ്യാറുള്ളത്. കാരണം ഇപ്പം നമുക്ക് അവരെ ഹൈ ബഡ്ജറ്റ് ക്ലയൻറ്റൊക്കെ ആവുന്ന സമയത്ത് അവർക്കത് കസ്റ്റമായിട്ട് റിപ്പോർട്ട് കാണണം. അവർക്ക് ഒരു ഫണൽ ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർക്ക് ഒരു ബിസിനസ്സിന് ഫണൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫണലിൽ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ആക്ച്വലി എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാവുള്ളൂ. ഇനി അതുകൂടാതെ തന്നെ നമുക്ക് നമ്മളെ ക്യാമ്പയിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് മെഷർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ നമ്മൾ GA4 ഓരോ ഇവൻറ്റുകളും സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കസ്റ്റം ഡയമെൻഷൻസും കസ്റ്റം മെട്രിക്സുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കസ്റ്റം റിപ്പോർട്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇത് നിങ്ങളുടെ ക്ലയൻസിന് അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിനും ഇത് ഇനി വരുന്ന സമയങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചാണ് കൂടുതൽ ഇനി വരുന്ന സെക്ഷൻസിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാൻ GTMO GA4 ഗൂഗിൾ ആഡ്സോ ഫേസ്ബുക്ക് ആഡ്സോ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻ്റ് ആയിട്ട് ഇടാം. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക്സ് ഓൾ. താങ്ക് യു വെരി മച്ച്.